പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഴ എന്ന സിനിമ ഈ ജൂലൈ 2ാമത്തെ ആഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിജയൻ കാരന്തൂർ. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രം ചെയ്ത ഒരാളാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. ഈ ഴ എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്? ഴ എന്ന സിനിമ നിങ്ങൾ നേരത്തെ പറഞ്ഞോട് ഞാനടക്കമുള്ള മലയാളി പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതായത് വന്യമായൊരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഴ. അപ്പം എന്നെ ഈ സിനിമയിലേക്ക് എത്തിച്ചതും ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സിനിമയുടെ രചയിതാവും സംവിധായകനായിട്ടുള്ള ഗിരീഷ് പി സി പാലം വളരെ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹം ഒരു സിനിമ ചെയ്തപ്പോൾ ഈ ഒരു വേഷം എനിക്ക് നൽകുകയും ഈ സിനിമയിലെ ചെറിയച്ഛൻ എന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ പെയ്തിറങ്ങുന്ന ഴ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും മഴ ആളുകൾക്ക് വളരെ എങ്ങനെയൊക്കെ പറഞ്ഞ ഒരു തരം ഗൃഹാതുരത്തുണ്ടാക്കുന്ന ഓർമ്മകളാണ് മഴ സമ്മാനിക്കുക. അപ്പോൾ അങ്ങനെ പെയ്തിറങ്ങുന്നൊരു സൗഹൃദമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും അതേപോലെ തന്നെ ഡയറക്ഷനും ഒക്കെ പോകുന്നത്. വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണിത്. ഓക്കെ, ഈ സിനിമയിലെ കഥാപാത്രവും റിയൽ ലൈഫിലെ കഥാപാത്രവും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു ചെറിയച്ഛനാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനൊരു ചെറിയച്ഛനാണ്. പക്ഷെ അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചതിന് ശേഷം ഒരു കുടുംബത്തിൻ്റെ കൂടി ഒരു ചുമതല എൻ്റെ ഇതിലുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഞാൻ അങ്ങനെ സാമ്പത്തികമൊന്നുമല്ല, കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന ഒരു അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇതിലെ ചെറിയച്ഛനും. അതായത് ഈ കുടുംബത്തിൽ മറ്റാരും ഇല്ലാഞ്ഞിട്ടല്ല, ബോംബെയിൽ നിന്നും ചെറിയച്ഛൻ വരട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്ന അങ്ങനെയാണ് ഈ ചെറിയച്ഛൻ കഥാപാത്രം ഈ സിനിമയിലെത്തുന്നത്. വളരെ കണിശക്കാരനായിട്ടുള്ള, അതായത് വളരെ ഇതിൽ കാര്യഗൗരവത്തോടു കൂടി, ഏതൊരു തരം മുഖം മൂടിയാണ് അയാൾ. കാര്യഗൗരവം എന്നൊക്കെ പറഞ്ഞാൽ വരണം ഇനിയിപ്പം അതേ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, പല പ്രാവശ്യമൊന്നും എനിക്ക് ബോംബെയിൽ നിന്ന് ഇങ്ങനെ എത്തിപ്പെടാനൊന്നും പറ്റില്ല, പെടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ പുറത്തുള്ള ആളുകൾ നോക്കുമ്പോൾ ബോംബെയിൽ നിന്ന് ചെറിയച്ഛൻ വന്നിട്ടുണ്ട്, അങ്ങനെയുണ്ടല്ലോ ചില കഥാപാത്രങ്ങൾ നമ്മളുടെ നിത്യജീവിതത്തിൽ. അങ്ങനെ ഒരു കഥാപാത്രമാണിത്. റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പൊങ്ങച്ചക്കാരനൊന്നും അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം. അപ്പൊ ഇത് പൂർണ്ണമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ സംവിധായകൻ ഗിരീഷ് പി സി പാലം പിന്നെ ചേട്ടനും തമ്മിലുള്ള സൗഹൃദം എപ്പോൾ തുടങ്ങിയാണ്? എങ്ങനെയാണ് ശരിക്കും? നാടകത്തിലൂടെയാണോ ഈ സൗഹൃദം? അതെ, നാടകമാണ് ഞങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. നാടകമാണ് ഗിരീഷിൻ്റെ നാടകങ്ങൾ. ഗിരീഷ്, എനിക്ക് തോന്നുന്നു ഗിരീഷിൻ്റെ ആദ്യത്തെ നാടകം വിശ്വവിഖ്യാതമായ മൂക്ക് ഇൻ്റർസോൺ കലോത്സവത്തിൽ അതിൻ്റെ ഒരു വിധി നിർണയത്തിന് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മുരുകേഷ് കാക്കൂരെന്ന് ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന കുട്ടൻ, ആ കുട്ടൻ്റെ സഹോദരനാണ്. അങ്ങനെയുള്ള പിന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആർട്സ് കോളേജിൽ എൻ്റെ സമകാലികയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദം. പിന്നെ ഇവരുടെ ചെറിയച്ഛൻ പി സി സോമരാജൻ മാഷ്, സോമേട്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു നൂലെഴയൊക്കെയോ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദമാണ്. എന്നാൽ സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള എല്ലാവരും വേറിട്ട സൗഹൃദമാണ്. അതിൻ്റെ ഇതൊന്നും ഞാൻ പൊട്ടിക്കുന്നില്ല. പക്ഷേ എന്തായാലും ആളുകൾ ആലോചിക്കും സൗഹൃദത്തെക്കുറിച്ചും. വേരറ്റ് പോകുന്ന സൗഹൃദങ്ങളാണ് ഇന്നത്തെ നമ്മളെ ഏറ്റവും വലിയൊരു വേദന. പക്ഷേ ഇങ്ങനെ അടിയുറച്ച സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്ന ഒരു സിനിമയായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് ഈ സിനിമ മാറും എന്നുള്ളത്. അതായത് കുടുംബ പ്രേക്ഷകരെ ആയാലും യുവതയായാലും ഒക്കെ ആകർഷിക്കുന്ന എല്ലാവിധ കൂട്ടുകളുമുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും പരിചയമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ മണികണ്ഠൻ, ഇതിലെ പ്രധാന വേഷം ചെയ്ത മണികണ്ഠൻ ഈസ് ഫ്രം തിയേറ്ററാണ്. ബാസബേരി പോലുള്ള തൃപ്പൂണിത്തുറ എറണാകുളത്തെ വളരെ സജീവമായിട്ടുള്ള അമച്വർ ഗ്രൂപ്പിലെ ഒരു അംഗമാണ് മണികണ്ഠൻ. കമ്മട്ടിപ്പാടത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ വളരെ ശക്തമായൊരു കഥാപാത്രമാണ് ഇതിലെ ക്രിസ്റ്റി എന്ന കഥാപാത്രം. അപ്പം നാടകവും സിനിമയും
രണ്ടും ഒരേ ആള് സംവിധാനം ചെയ്തിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു നടൻ എന്ന നിലയിൽ. അപ്പോൾ അതെങ്ങനെ എന്തെങ്കിലും വ്യത്യാസം, സ്വാഭാവികമായിട്ടും അതിൽ വ്യത്യാസം വരും, പക്ഷെ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഞാനൊരു പരിഭവം തന്നെ പറയാം, നമുക്ക് ഫ്രാങ്കായിട്ട് പറയാലോ. ഇപ്പം ആദ്യ സിനിമ, ഈ ഗിരീഷിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ വിചാരിച്ചു ഇനിയൊക്കെ വിളിക്കും, ഒരു സൗഹൃദമല്ലേ, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ഒരുമാതിരി ചോദ്യേ. ഞാൻ പറഞ്ഞു എൻ്റെ പണി അതല്ലേ, അങ്ങനെ എന്നാൽ ഞാൻ വിളിക്കുക, നിങ്ങളെ മൂഡ് ശരിയല്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു എൻ്റെ മൂഡ് അല്ല, ഞാൻ പറയാനല്ല, ഞാൻ പറയും ഈ വിളിച്ച പ്രശ്നമില്ല, ഞാൻ എപ്പോഴും 5 വരാം. പിന്നെ വിളിക്കാൻ പറ്റിയിട്ടില്ല, ചില സാങ്കേതിക കാരണങ്ങളാലൊക്കെ അതങ്ങനെ വിട്ടുപോയി. ആദ്യത്തെ സിനിമ ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു, അവൻ്റെ ഒരു ഫസ്റ്റ് സിനിമയല്ലേ, അതിങ്ങനെ വന്നോട്ടെ, അടുത്ത സിനിമ ചെയ്യല്ലോ. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഇതിലേക്കുള്ള വീഡിയോ വരുന്നത്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. അതിപ്പോൾ പരിഭവങ്ങളൊക്കെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടാവും. അങ്ങനെ സൗഹൃദത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമയിൽ അങ്ങനെ ഒരു പരിഭവം പറയുന്നുണ്ടോ? ഇല്ലല്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. അല്ല, ഞങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ സെറ്റിലെത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ 2ാം സിനിമയിൽ ഇന്നെ വിളിച്ചില്ല, നന്നായി പറയണ്ടേ നമ്മള്. അത് വേണോ? സൗഹൃദത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഴ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് സൗഹൃദത്തിന്റെ കഥ പറയുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഴ എന്താണ്, എങ്ങനെയാ വ്യത്യസ്തമാകുന്നത്? അല്ല, മലയാളത്തിൽ എന്നല്ല, ലോകത്തിൽ സൗഹൃദങ്ങൾ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതെങ്ങനെ സൗഹൃദങ്ങൾ വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഒരേ രീതിയിൽ കഥ പറയുന്നത് പണ്ടായിരുന്നത്. മലയാള സിനിമയിൽ ഒരു വില്ലൻ, അല്ല ഒരു നായകൻ, അയാളുടെ ഒരു പ്രതിയോഗി വില്ലൻ, ഒരു നായിക, ഒരു പ്രേമം, അവസാനം വില്ലൻ അടിച്ചു വീഴ്ത്തി നായകൻ വിജയശ്രീലാളിതനായി വെന്നിക്കൊടി പാറിക്കുന്നതോട് ശുഭമെന്ന് എഴുതി. അതൊക്കെ മാറി മലയാള സിനിമയിൽ ഇപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അങ്ങനെ ഒരു ഫോർമാറ്റിലല്ല ഇപ്പം മലയാള സിനിമ. ഏത് രീതിയിലും കഥ പറയാം, വ്യത്യസ്തമായിട്ട് എങ്ങനെ കഥ പറയാം എന്നുള്ള ആലോചനയാണ് ശരിക്കും ഇപ്പം മലയാളം എന്നല്ല, ലോക സിനിമ ചരിത്രത്തിൽ തന്നെ എപ്പോഴും ആ രീതിയിലാണ്. ലോക സിനിമയിലൊക്കെ എപ്പോഴും, മലയാളത്തെ പ്രത്യേകിച്ചും. മലയാളത്തിൽ ഇപ്പം സമീപകാലത്ത് വന്നിട്ടുള്ള, അപ്പോൾ പ്രേമം ഒക്കെ വിഷയമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് കഥ പറയാം, എങ്ങനെയാണ് വ്യത്യസ്തമായൊരു ആഖ്യാന രീതി, അതേപോലെ തന്നെ വ്യത്യസ്തമായൊരു മേക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. നമ്മളിപ്പം പറയുന്നുണ്ട് ഒരു സിനിമ കാണാൻ 150 ഉറുപ്പ്യ കൊടുക്കണം, ഇല്ല. സിനിമകൾ കൃത്യമായിട്ട് ആളുകൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് വീണ്ടും ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സാ സന്തോഷിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരാണ്. കാരണം സിനിമയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിതമുള്ളൂ, അല്ലാതെ അല്ല. ഇപ്പോൾ റീൽസിൻ്റെ കാലമാണ്, ഇപ്പോൾ റീൽസാണ് എല്ലാവരും. പക്ഷേ എന്നാലും സിനിമയുടേതായിട്ടുള്ള ആ സിനിമയുടെ ഒരു വ്യാകരണം, അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനം, അങ്ങനെ വളരെ പ്രാധാന്യത്തോടു കൂടി അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ചെയ്തിട്ടുള്ള സിനിമയാണിത്. ഇപ്പോൾ സൗഹൃദങ്ങളിൽ പുതുമയില്ലല്ലോ എന്ന് ചോദിച്ചല്ലോ. പക്ഷേ സൗഹൃദങ്ങൾ ഇതിൽ നമുക്കൊരു കാലത്ത്, ഇപ്പോഴാണ് നമുക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ചാറ്റിങ് അങ്ങനെയൊക്കെയുള്ള സംഭവം വരും. അതിന് മുൻപേ കത്തെഴുത്തുണ്ടായിരുന്നു. കത്തെഴുത്ത്, നമ്മളെ വിശേഷങ്ങൾ ദൂരെയുള്ളൊരു സുഹൃത്ത് അറിയുന്നത് നമ്മളുടെ കത്തുകളിലൂടെയായിരുന്നു. അങ്ങനെ പെൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. നമുക്കിപ്പം ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തും, അങ്ങനെ ആഫ്രിക്കയിലുള്ള ഒരു പെൻ ഫ്രണ്ട്, മലയാളത്തിൽ നമ്മളുടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അന്നേ നമ്മൾ സാർവലൗകികത, യൂണിവേഴ്സാലിറ്റി അങ്ങനെ വന്നിട്ടുള്ള അത്തരമൊരു പെൻ ഫ്രണ്ട് ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ഇന്നിപ്പം ആഴത്തിലുള്ള സൗഹൃദങ്ങളില്ല. സൗഹൃദങ്ങൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ അതിലേറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ കണ്ടത് സിനിമയിലാണ്. ഞാൻ നേരത്തെ നാടകം എന്നൊന്നും സിനിമ എന്നും പറഞ്ഞില്ലേ. നാടകത്തിലെ സൗഹൃദങ്ങൾ അത് ആഴത്തിൽ വേരോടിയതാണ് എവിടെ ചെന്നാലും. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ നിന്നത് സിനിമക്കാരേക്കാൾ കൂടുതൽ നാടകക്കാരാണ്. ആ സൗഹൃദങ്ങളാണ്. അപ്പം ആഴത്തിലുള്ള, നമ്മളെ എവിടെ കണ്ടാലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താലോ, ഞാൻ ആരെയും കൂടെ അഭിനയിച്ച ആ ബന്ധങ്ങൾ കാലങ്ങളായിട്ട് നിലനിൽക്കും. പക്ഷെ സിനിമ ആ സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അവിടെ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിരിക്കും, ഇയാളുടെ അടുത്ത സിനിമയിൽ ഞാനുണ്ടാവും, വെറുതെയാണ്. അത്ര ആ സിനിമയിൽ അത്തരം സൗഹൃദങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷെ അത് ഈ ഒരു സമകാലീന അവസ്ഥയിൽ വളരെ തുലവും വിരളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അല്ല അങ്ങനെ സൗഹൃദങ്ങളൊക്കെ അടിയുറച്ച സൗഹൃദങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒന്നും വെറുതെ ഇരിക്കേണ്ടല്ലോ, ഇഷ്ടം പോലെ എനിക്ക് മുണ്ടെടുത്ത് കൊടുക്കാൻ സമയമില്ലാതെ സിനിമ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്തരം സൗഹൃദങ്ങളല്ല നമുക്ക് ആവശ്യം, വളരെ ആഴത്തിൽ വേരൂന്നിയ സൗഹൃദങ്ങളാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു സിനിമയാണ്. നമ്മളെപ്പോഴും എൻ്റെ സുഹൃത്താണ് അവൻ എങ്കിലും ഞാൻ അവനെ ഒഴിവാക്കാൻ ശ്രമിക്കും പലപ്പോഴും. പക്ഷെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗഹൃദം, അതാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതൊരു പ്രതിസന്ധിയിലും അവന് കരുത്തായി നിൽക്കുന്ന സൗഹൃദം, അത്തരം സൗഹൃദങ്ങളാണ് അത്. ഇപ്പോഴത്തെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, വളരെ തുലവും വിരളാണത്, വളരെ കുറവാണത്. നമുക്ക് തന്നെ ഇപ്പോഴുള്ള കുട്ടികളോട് ചോദിച്ചാൽ നിൻ്റെ ഫ്രണ്ട്സ് ആരെന്ന് ചോദിച്ചാൽ അവർക്ക് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ സൗഹൃദങ്ങൾക്ക് നേരമില്ല. കുട്ടികൾ ഒരു ഘട്ടം വരെ അവർ ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ അവരൊന്ന് റിലാക്സ് ചെയ്യുന്നത് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒന്ന് റിലാക്സ്, അതുവരെ പഠിക്കാനുള്ള, അതിൻ്റെ ഇടയ്ക്ക് സുഹൃത്തിനെ നോക്കാൻ നേരമില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നേരമില്ല, ഒന്നുമില്ല. അവർ പഠിച്ച് പിന്നെ എപ്പോഴെങ്കിലും അവർക്കൊരു അതും കിട്ടാത്തവരുണ്ട്. പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് വേണ്ടി പഠിച്ച് അവസാനം ബാങ്കിൽ ഉദ്യോഗം കിട്ടുക അതിനേക്കാളും വലിയ ടെൻഷനാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്യാൻ അവരുടെ ഒരു ചുറ്റുപാടിൻ്റെ ഒരു പ്രശ്നമാണിത്. പണ്ട് ഇപ്പോഴും അന്നും 24 മണിക്കൂർ ഒരു ദിവസമുള്ളൂ അല്ലേ? പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു, സൗഹൃദങ്ങളുണ്ടായിരുന്നു, പരസ്പരം കത്തെഴുതാൻ സമയമുണ്ടായിരുന്നു, ഒരുത്തൻ എഴുതിയ കവിത വായിച്ചു നോക്കാൻ സമയമുണ്ടായിരുന്നു, ആ കവിതയെ പ്രശംസിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇല്ലാതെ പോവുകയാണ്. തീരെ ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത്തരം അതൊരു അത്ഭുതമാണ്. ഇന്നൊക്കെ ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു, അല്ലെങ്കിൽ പെരുന്നാളിന് എന്നെ വിളിച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു വാർത്തയാണിന്ന് അല്ലേ? അപ്പോൾ ആ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ വല്ലാതെ ഒരു സ്വാർത്ഥത വല്ലാതെ നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത്തരം സ്വാർത്ഥതകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു സിനിമ കൂടിയായി ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം പറയുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഴ. ആ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും സിനിമയുടെ ഒരു ഭാഗമായ അതുകൊണ്ട് മാത്രമല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും ആ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ തിരക്കുകൾക്കിടയിലും ഴയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് വിജയൻ കാരന്തൂരിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ വക ആശംസകൾ.